വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കൊല്ലത്ത് വൻ അഗ്നിബാധയിൽ 11 ബോട്ടുകൾ കത്തിനശിച്ചു. കുരീപ്പുഴ പള്ളിക്ക് സമീപമാണ് സംഭവം. കായലിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകൾക്കാണ് തീപിടിച്ചത്. നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീയണയ്ക്കാൻ തീവ്ര ശ്രമത്തിലാണ്. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, എന്താണ് സംഭവിച്ചത്? ഇന്ന് പുലർച്ചെ 2:30 സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ കുരീപ്പുഴയിൽ കായലിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകളിലാണ് തീപിടിച്ചത്. ആദ്യം ഈ മത്സ്യബന്ധന ബോട്ടുകളിൽ തീപിടിച്ച് പിന്നീട് മറ്റുള്ളതിലേക്ക് പടരുകയായിരുന്നു. ഇപ്പോഴും ആ തീ അങ്ങനെ പല ബോട്ടുകളിലും കത്തിക്കൊണ്ട് നിൽക്കുകയാണ്. 10-ലധികം ബോട്ടുകളിലാണ് ഈ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തി ഇപ്പോൾ തീ അണയ്ക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ്. എന്തായാലും ഈ കരയോട് ചേർന്ന് കിടക്കുന്ന ബോട്ടുകളിലെ തീ അണച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് നിയന്ത്രണ വിധേയമാണ്. കായലിനുള്ളിലുള്ള ബോട്ടുകൾ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതിൻ്റെ സമീപത്തായി തന്നെ 1 കിലോമീറ്ററിന് ചുറ്റളവിനുള്ളിലാണ് 2 ബോട്ടുകൾ കത്തി നശിച്ചത്. അതായത് ഇതുപോലെ തന്നെയായിരുന്നു. ഒരു ബോട്ടിൽ തീ പടർന്നു, പിന്നീട് മറ്റേ ബോട്ടിലേക്ക് പടർന്ന് കായലിനുള്ളിൽ കത്തി നശിക്കുകയായിരുന്നു. അന്നും ഫയർഫോഴ്സിന് ഇവിടേക്ക് എത്തുമ്പോൾ നേരിട്ട ബുദ്ധിമുട്ട്, അതായത് ഇവിടേക്ക് ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾക്ക് എത്തുവാനുള്ള വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ മറ്റ് സാമഗ്രികളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ച് പെട്ടെന്ന് തീ നിയന്ത്രണ വിധേയമാക്കുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു തരത്തിൽ, അതായത് ഇവിടെ നിന്ന് തന്നെ പമ്പ് ചെയ്ത് തന്നെയാണ് ഇവരിപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നത്. പുലർച്ചെ മുതൽ തുടങ്ങിയതാണ്, ഇപ്പോഴും അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവർക്ക് ഈ തീ നിയന്ത്രണ വിധേയമാക്കുവാനുള്ള ഈ ബുദ്ധിമുട്ടുകൾ അത് തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ബോട്ടിനുള്ളിൽ കയറിയാണ് അവർ അടുത്തുള്ള ബോട്ടിലെ തീ അണച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മത്സ്യബന്ധന ബോട്ടുകളാണ് ഇത്തരത്തിൽ കത്തി നശിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, ഇതിൽ ഓരോ ബോട്ടിലും 2 ഗ്യാസ് സിലിണ്ടറുകളും ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ തീ പിടിക്കുമ്പോൾ ഈ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബോട്ടിന് അരികിലേക്ക് പോകുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു ആശങ്കയും കൂടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കായലോടത്ത് നങ്കൂരമിട്ടിരുന്ന ബോട്ടുകൾ അത് ഓരോന്നോരോന്നായി കെട്ടി ഒരുമിച്ച് കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ പടരുവാനുള്ള സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും ഈ സമയത്ത് തന്നെ ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റ് ചാമക്കടയിൽ നിന്നും കൊല്ലത്ത് നിന്നും കടപ്പാക്കടയിൽ നിന്നുമൊക്കെ നിരവധിയായിട്ട് പരവൂരല്ലടക്കം ഉള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ടെത്തിയാണ് ഈ ഒരു ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നത്. നേരം പുലർന്നു കഴിഞ്ഞാലും ആ തീ അണയുന്നില്ല എന്നുള്ളതാണ്. അതായത് തീ അങ്ങനെ തന്നെ ആളിക്കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ്. കായലിനുള്ളിൽ തന്നെ നിൽക്കുന്ന ബോട്ടിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഫയർഫോഴ്സ് യൂണിറ്റ് അടുത്തുള്ള ഒരു ബോട്ടിന് മുകളിൽ നിന്നും അവിടേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് തീ അണയ്ക്കുവാനുള്ള ശ്രമം തുടരുകയാണ്. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും, വളരെയധികം ബുദ്ധിമുട്ടി തന്നെയാണ് ഫയർഫോഴ്സ് അംഗങ്ങൾ അവിടേക്ക് എത്തുന്നതും പിന്നീട് ആ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നതും. എന്തായാലും ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ പെട്ടെന്ന് ഓടിയെത്തുകയും എല്ലാവരെയും വിവരം അറിയിക്കുകയുമായിരുന്നു. ഈ ബോട്ടുകളിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിച്ച വിവരം. അതുകൊണ്ട് തന്നെ മറ്റ് അപായങ്ങളൊന്നുമില്ല. വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. പക്ഷേ ബോട്ടുകളെല്ലാം തന്നെ ഇത്തരത്തിൽ കത്തി നശിക്കുകയായിരുന്നു. ഇന്നും മത്സ്യബന്ധനത്തിന് പോകുവാൻ വേണ്ടി തയ്യാറായിരുന്ന ഫുൾ ടാങ്ക് ഡീസൽ അടക്കം അടിച്ച് തയ്യാറായിരുന്ന ബോട്ടുകളാണിവ. ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത് നേരത്തെയും നമ്മളോടൊപ്പം ഇവിടെയുള്ള പരിസരവാസികൾ ചേരുന്നുണ്ട്. നേരത്തെയും ഇത്തരത്തിലൊരു അപകടം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. 2 മാസം മുമ്പ് ഇതിനൊക്കെ അപകടം ഉണ്ടായിരുന്നു. അത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ബോട്ടുകൾ കെട്ടഴിച്ച് വിട്ടതാണ്. പിന്നെ ഫയർഫോഴ്സ് വള്ളത്തിലാണ് വന്ന് അണയ്ക്കാൻ ശ്രമിച്ചത്. പിന്നെ ഇവിടെ ഒരു ബോട്ടിൽ 2 സിലിണ്ടർ വീതം ഉണ്ടാവും. 10 ബോട്ടിലാകുമ്പോൾ 20 സിലിണ്ടർ ഉണ്ടാവും. ഈ 20 സിലിണ്ടറും പൊട്ടിത്തെറിച്ച് ഭയങ്കര തീയായിരുന്നു ഇവിടെ. ഇപ്പോൾ ഇച്ചിരി ആശ്വാസമുണ്ട്. ഇവിടെ നേരത്തെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വല, റോപ്പുകൾ, നമ്മുടെ ഡീസൽ, ഒരു ബോട്ടിൽ 50,000 രൂപയുടെ ഡീസൽ കാണും. 10 ബോട്ടാകുമ്പോഴത്തേക്കും നല്ലൊരു ഡീസൽ അതിനകത്തുണ്ടാവും. അതാണ് ഇങ്ങനെ കത്തി നിൽക്കുന്നത്. അതാണ് അണയാത്തത്. റോപ്പ് എന്ന് വെച്ചാൽ മത്സ്യബന്ധനത്തിൻ്റെ ഉള്ള വലകൾ നൈലോണാണ്. അത് കത്തിക്കഴിഞ്ഞാൽ അണയില്ല പെട്ടെന്ന്. ഈ ഫയർഫോഴ്സ് ഒരുപാട് കഷ്ടപ്പെട്ട്, എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വാഹന സൗകര്യം ഇല്ല ഇങ്ങോട്ട് വരാൻ വേണ്ടി. കൊച്ചു വണ്ടിയെ വരുത്തോളൂ. അതാണ് എൻ്റെ കാര്യം പ്രധാനമായിട്ട്. ഇവിടുന്ന് തന്നെ അവർ പമ്പ് ചെയ്ത് ഇപ്പോൾ ഇവിടുന്ന് കായലിൽ നിന്ന് തന്നെ വെള്ളം പമ്പ് ചെയ്ത് അടങ്ങിയാണ്. അപ്പോൾ അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്തു. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കേരള സർക്കാർ നമുക്ക് ഈ ഫയർഫോഴ്സിന് ഇതേ കണക്കുള്ള തീരദേശ മേഖലകളൊക്കെ ഇപ്പോൾ തീ പിടിക്കുമ്പോഴത്തേക്ക് ഈ ബോട്ടിൽ വന്ന് ഒന്ന് തീ അണയ്ക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി നമ്മുടെ സർക്കാർ കൊടുക്കണം. അതാണല്ലേ ബുദ്ധിമുട്ട്. ഈ വഴികളൊന്ന് ക്ലിയർ ആക്കും. തീരദേശ റോഡുണ്ട്. തീരദേശ റോഡ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു വണ്ടി ഓടിയെത്താൻ പറ്റും. ഇവിടുത്തെ സാഹചര്യം എത്ര ബോട്ടുകളാണ് ഇപ്പോൾ? ഇവിടെ ഇപ്പം 10-15 ബോട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 10 എണ്ണം കത്തി. കുറച്ചൊക്കെ അഴിച്ചുകൊണ്ട് മാറ്റിയിട്ട് കത്താത്ത ബോട്ടുകൾ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ പുലർച്ചെ ഇവിടേക്ക് എത്തുമ്പോൾ ഇതായിരുന്നില്ല? 2 മണി തൊട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 മണിക്ക് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയതാണ്. ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളും എല്ലാവരും ഇവിടെ സ്ഥലത്തുണ്ട്.
തീർച്ചയായും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോഴും അങ്ങനെ ആ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള ബോട്ടുകളിലെ തീ കൂടെ അണയ്ക്കുവാനുണ്ട്. നേരം പുലർന്നിരിക്കുന്നു, പക്ഷേ തീവ്രമായിട്ടുള്ള ഒരു ശ്രമം അങ്ങനെ തന്നെ തുടരുകയാണ്. കായലിന് നടുവിൽ, അതായത് ഇവിടെ നിന്നും കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകൾ മത്സ്യബന്ധനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്കാണ് ബോട്ടുകൾ കൊണ്ട് ഒരുമിച്ച് കെട്ടിയിടുക. അതായത് നങ്കൂരമിടുന്ന സ്ഥലമാണ്, അവിടെയാണ് ഈ ബോട്ടുകളെല്ലാം ഒരുമിച്ച് കെട്ടിയിട്ടിരുന്നത്. അങ്ങനെ പുലർച്ചയോടുകൂടി, അതായത് ഇപ്പോൾ പറഞ്ഞിരുന്നു 2 മണിയോടുകൂടി ഒരു തീപിടുത്തമുണ്ടാകുന്നു. അത് ആദ്യം 1-2 ബോട്ടുകളിൽ തീ പടർന്ന് പിന്നീട് അങ്ങോട്ടേക്ക് എല്ലാ ബോട്ടുകളിലേക്കും പടരുകയായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെയുള്ള നാട്ടുകാരും എല്ലാം ഓടി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഭീകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. അതായത് വൻ അഗ്നിബാധയാണ് ഈ കായൽ നമുക്ക് കാണാൻ പുലർച്ചെയുള്ള ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റ് അംഗങ്ങൾ എത്തി ഇങ്ങനെ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. അതായത് ബോട്ട് കത്തി നശിച്ച നിലയിലാണ്, ഇപ്പോഴും ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കരയ്ക്ക് സമീപമുള്ള ബോട്ടുകളിലെ തീയാണ് നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇനിയും അങ്ങനെ തന്നെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. അതായത് തീപിടിക്കുവാനുണ്ടായിട്ടുള്ള കാരണം, കഴിഞ്ഞ തീപിടുത്തം ഉണ്ടായപ്പോൾ അതിൽ പാചകം ചെയ്യുവാനുള്ള സൗകര്യം ബോട്ടുകളിലുണ്ട്, ഗ്യാസ് സിലിണ്ടറുകൾ അടക്കമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും തീ പടർന്നതാണ് എന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് ഇപ്പോൾ ഇത് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നുള്ളത് തന്നെയാണ്. കാരണം എങ്ങനെയാണ് ഈ പുലർച്ചെ തീപിടിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്? കായലിൽ കിടക്കുന്ന ബോട്ടുകളിൽ ഇത്തരത്തിലുള്ള വലിയൊരു അഗ്നിബാധ ഉണ്ടാകുവാനുള്ള സാഹചര്യം എത്തരത്തിലുണ്ടായി എന്നുള്ളത് തന്നെയാണ് പരിശോധിക്കേണ്ടത്. എന്തായാലും കൂടുതൽ അംഗങ്ങൾ ഇങ്ങോട്ടേക്ക്, ഫയർഫോഴ്സ് യൂണിറ്റ് അംഗങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും അടക്കം ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവരൊക്കെ തന്നെ ഇത് കൃത്യമായും നിരീക്ഷിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ബോട്ട്, അതായത് കത്തി നശിച്ച് പൂർണ്ണമായും ഈ കായലിൽ കിടക്കുന്ന ബോട്ടാണ്. അതിൽ നിന്നും പുക ഉയരുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള പുക ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ ബോട്ട് പൂർണ്ണമായും കത്തി നശിച്ച് കിടക്കുകയാണ്. അത്തരത്തിൽ തന്നെയാണ് ഓരോ ബോട്ടുകളും, അതായത് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുമ്പോഴും ബോട്ട് മുഴുവനായും കത്തി നശിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിനുള്ളിൽ സാധനങ്ങളുണ്ട്, ഡീസലുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഒരു ബോട്ടിലടക്കം ഫുൾ ടാങ്ക് ഡീസൽ അടക്കം അടിച്ചാണ് ഇട്ടിരിക്കുന്നത്. കാരണം അവർക്ക് പുലർച്ചെ തന്നെ ഈ മത്സ്യബന്ധനത്തിനൊക്കെ പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ അതിൻ്റേതായ എല്ലാ തയ്യാറെടുപ്പുകളും ആയി തന്നെയായിരിക്കും ബോട്ട് ഇവിടെ ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും, ഇങ്ങനെ നിരവധി ബോട്ടുകൾ, അതാരും പ്രതീക്ഷിക്കുന്നില്ല ഇത്രയധികം ബോട്ടുകൾ ഇങ്ങനെ നശിക്കുമെന്ന്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നാട്ടുകാരൊക്കെ തന്നെ അങ്ങനെ ആശങ്കയോടുകൂടി നിൽക്കുകയാണ്. അവരൊക്കെ തന്നെ പുലർച്ചയ്ക്ക് ഇവിടേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും ഇവിടേക്ക് എത്തുമ്പോൾ ഈ ഒരു സാഹചര്യം അല്ലായിരുന്നു. അല്ല, ഇവിടെ എത്തുന്ന സമയത്ത് രാത്രി 1:30 മണി കഴിഞ്ഞാണ് ഇത് കത്തിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് ഓടി മുകളിൽ പോയി. റോബർട്ട് എന്ന് പറയുന്ന ബോട്ടിൻ്റെ സ്രാങ് ഉണ്ട്. അപ്പം റോബർട്ട് വന്നു ഇതിൻ്റെ കെട്ടഴിച്ച് ബോട്ടുകൾ മാറ്റി തുടങ്ങിയപ്പോഴത്തേക്ക് ഫയർഫോഴ്സ് വന്നു. ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരോട് ചേർന്ന് വളരെ സാഹസികമായിട്ട് 8 ബോട്ടാണ് ഇവിടെ നിന്ന് മാറ്റി അങ്ങോട്ട്, അവിടെ കാണുന്ന ആ 8 ബോട്ടുകൾ മാറ്റിയില്ലായിരുന്നെങ്കിൽ ഈ ദുരന്തം അതിൻ്റെ തീവ്രത ഒരുപാട് കൂടുമായിരുന്നു. അപ്പോൾ അവർ നടത്തിയ സാഹസിക പ്രവർത്തനം കൊണ്ടാണ് ഇത്രയും കുറഞ്ഞത്. തീർച്ചയായും ഇവിടെ നിൽക്കുന്നതിന് സ്ഥലപരിമിതി ഒരുപാടുണ്ട്. ഇവിടേക്ക് ഫയർഫോഴ്സ് അംഗങ്ങൾക്ക് തന്നെ എത്തുവാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും, അതായത് ഈ കായലിൻ്റെ കരയിലാണ് ഈ ബോട്ടുകൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അതിനുള്ളിലോട്ടുമുള്ള ബോട്ടുകളാണ്. ഇപ്പോഴും അങ്ങനെ കത്തി പുക ഉയരുന്നത്, അതായത് പുക ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ തീ അണയ്ക്കാൻ ശ്രമിക്കും തോറും ആളിക്കത്തുന്ന തീ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഡീസൽ കൂടെ ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നിന്ന് കത്തുന്നത് എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. അതങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കൂടുതൽ ആളുകൾ വിവരമറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് സമീപത്തായി വീടുകളുണ്ട്. ഈ വീട്ടിലെ ആളുകളാണ് ഈ സംഭവം കാണുന്നത്. അതായത് അവർ നോക്കുമ്പോൾ വലിയൊരു അഗ്നിബാധ, അത് ഈ ബോട്ടുകൾ ഇങ്ങനെ കത്തി പടർന്നുകൊണ്ടിരിക്കുന്നു. വീടിന് മുന്നിലുള്ള കായലിൻ്റെ തീരത്ത് ഇത്തരത്തിലുള്ള തീ പടരുന്നു. അതുകൊണ്ട് തന്നെ അവരൊക്കെ അവിടെയുള്ള ആളുകളെ നിലവിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് എത്തിക്കുകയായിരുന്നു. അങ്ങനെ എത്തിയപ്പോഴാണ് ഇങ്ങനെ 10ഓളം ബോട്ടുകളിലേക്ക് തീ പടരുന്നത് കാണുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് അംഗങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴും പലയിടങ്ങളിലായി വാഹനം ഒതുക്കി ഇടേണ്ട ഒരു സാഹചര്യം, അതായത് വാഹനം ഇങ്ങോട്ടേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ വഴികളെല്ലാം തന്നെ ചെറിയ വഴികളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വാഹനം എത്തുന്നതിനും പരിമിതികളുണ്ട്. എന്തായാലും അതിനുശേഷം ഈ വെള്ളം പമ്പ് ചെയ്യാനുള്ള മറ്റ് സാമഗ്രികളുമായി അവർ ഇങ്ങോട്ടേക്ക് ഓടിയെത്തുകയാണ്. അതിനുശേഷമാണ് ഇവിടെ ഉണ്ടായിരുന്ന കായലിൽ നിന്ന് തന്നെ ഈ പമ്പ് ചെയ്തുകൊണ്ട് ഇപ്പോൾ തീ അണയ്ക്കുവാനുള്ള ശ്രമം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ജനങ്ങളെല്ലാം തന്നെ വലിയ ആശങ്കയിലാണ്. കാരണം അവരുടെ ഉപജീവന മാർഗമായിട്ടുള്ള ഈ മത്സ്യബന്ധനം
മത്സ്യബന്ധനം അതിനു വേണ്ടിയിട്ടുള്ള ഈ ബോട്ടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എത്രയധികം കുടുംബങ്ങൾ, അതായത് നിരവധി കുടുംബങ്ങൾ ഇതിനെ ആശ്രയിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് സംഭവിച്ചിരിക്കുന്ന ഈ വലിയൊരു നഷ്ടം അത് തന്നെയാണ് ഇനി മുന്നോട്ട് എങ്ങനെ എന്നുള്ള കാര്യം തന്നെയാണ് അവർക്ക് ആശങ്കയുള്ളത്. കാരണം നിത്യവൃത്തിക്ക് വഴിയില്ലാത്ത ഒരുപാട് കുടുംബങ്ങൾ ഈ ഭാഗത്തുണ്ട്. അവരുടെ ഉപജീവന മാർഗമായിട്ടുള്ള ബോട്ടുകൾ കത്തി നശിക്കുമ്പോൾ അവർക്ക് കണ്ടു നിൽക്കാനാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്, അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഫയർഫോഴ്സ് അംഗങ്ങൾ അങ്ങനെ തന്നെ വളരെ ബുദ്ധിമുട്ടോടു കൂടി തന്നെയാണ് അവർ മുകളിലേക്ക് കയറുന്നതും പിന്നീട് ഇവിടെ തീ അണയ്ക്കുന്നതും. പുലർച്ചെ മുതൽ തുടങ്ങിയതാണ്, ഇപ്പോഴും തീർന്നിട്ടില്ല. അതെ, ഇപ്പോഴും തീർന്നിട്ടില്ല. ഇതിനകത്ത് ഒരു 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ വലകളാണ് ഏറ്റവും കൂടുതലുള്ളത്. വലകൾ പിന്നെ സൂക്ഷിച്ചിരിക്കുന്ന സ്റ്റോറേജ് കത്തിക്കഴിഞ്ഞാൽ അണയ്ക്കാൻ ഭയങ്കര പ്രയാസമാണ്. നൈലോൺ വലയല്ലേ. പിന്നെ ഈ ഡീസൽ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഒരു ടേൺ ഡീസലാണ്. ഡീസൽ മൊത്തം പിന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ പണിക്കാരും ഇല്ലായിരുന്നു, അവർ നാട്ടിൽ പോയിരുന്നത്. അപ്പോൾ അതിർത്തി ജില്ല തിരുവനന്തപുരം, കന്യാകുമാരി, പൂവാറ് അവിടെയൊക്കെയുള്ള ടീമിൻ്റെ ബോട്ടാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ശനിയാഴ്ച അവർ പോയി, അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. അല്ലെങ്കിൽ തൊഴിലാളികളൊക്കെ ഇതിനകത്ത് കിടന്ന് ഉറങ്ങും, അവരറിയത്തില്ല. പിന്നെ അടുത്തടുത്തുള്ള ബോട്ടുകളെല്ലാം കെട്ടഴിച്ച് വിട്ടതും നന്നായി. പിന്നെ രക്ഷാപ്രവർത്തനത്തിന് ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഞാനുൾപ്പെടെ താങ്കൾ ഉൾപ്പെടെ നിൽക്കുന്ന സ്ഥലം പഞ്ചായത്താണ്, തൊട്ട് മേളിൽ കോർപ്പറേഷനും. ഇപ്പോൾ പഞ്ചായത്ത് ആയതുകൊണ്ട് ഇവിടെ അവിടെ അക്കരയിൽ നിന്ന് ആളാണ് വരുന്നത്, കൗൺസിലർമാർ അല്ല പഞ്ചായത്ത് മെമ്പർമാരൊക്കെ. ഈ റോഡ് സൗകര്യമില്ല, രക്ഷാപ്രവർത്തനം ഒരു ബുദ്ധിമുട്ടായി. 1.5 കോടി രൂപ അനുവദിച്ചെന്ന് പറഞ്ഞു ഇവിടെ റോഡ് ചെയ്യാനായിട്ട്. പക്ഷേ നാളെ ഇതുവരെ റോഡില്ല. അപ്പുറത്തെ സൈഡിലൊക്കെ റോഡുണ്ട്, തീരദേശ റോഡ് ഇല്ല. അതാണ് ഒരുപാട് രക്ഷാപ്രവർത്തനത്തിന് ഫയർഫോഴ്സിന് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. ബോട്ടിൽ പോകുന്ന ആളുകൾ, ഞാൻ ഇവിടുത്തെ സ്ഥലവാസി, ബോട്ട് സ്ട്രാങ്കാണ്. ഞാൻ ഇവിടെ സാമ്പ്രാണിക്കൂടി ബോട്ട് ഹൗസ് ബോട്ടിലെ സ്ട്രാങ്കാണ്. കൂടാതെ ഇവിടുത്തെ താങ്കളുടെ ബോട്ട് ഉണ്ടായിരുന്ന ഹൗസ് ബോട്ടിലാണ്. ഇവിടെ ഈ ഹൗസ് ബോട്ട് എടുക്കുന്ന മേഖലയല്ലത്. ഇത് നമ്മുടെ സാമ്പ്രാണിക്കൂടി ടൂറിസം മേഖലയുടെ തൊട്ടടുത്ത് ഇവിടെ ബോട്ടുകൾ കെട്ടിയിട്ടേക്കുന്ന ബോട്ടുകൾ അവർക്ക് സ്റ്റോറേജ് ചെയ്യാനും ഇവിടുന്ന് ജോലിക്കാർക്ക് പോകാൻ വേണ്ടി സൗകര്യം. അതായത് ഇവിടുന്ന് റോഡിലേക്ക് മുകളിൽ ഇറങ്ങി കഴിഞ്ഞാൽ ബൈപ്പാസാണ്. ബൈപ്പാസിൽ നിന്ന് അവർക്ക് പോകാനുള്ള സൗകര്യമുണ്ട്. ആ സൗകര്യം ഉള്ളതുകൊണ്ട് അവരിവിടെ ഹാൾട്ടാണ്. ഇവിടെയാണ് അവർ റേഷൻ, അതായത് ബോട്ടിലേക്ക് ആഴ്ച പോകാൻ വേണ്ടിയുള്ള റേഷൻസ്, മറ്റുള്ള സൗകര്യങ്ങൾ, വലകൾ ഇതെല്ലാം കയറ്റാനും എടുക്കാനും സൗകര്യമുള്ളതാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വരാൻ വേണ്ടി താഴെ നിന്ന് ഒറ്റ റോഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ തീരദേശ റോഡില്ല. ഈ റോഡുണ്ടായിരുന്നെങ്കിൽ രക്ഷാപ്രവർത്തനം എളുപ്പമായിരുന്നു. ഇവിടെ പഞ്ചായത്ത് മുകളിൽ കോർപ്പറേഷനാണ്. മുമ്പ് ഇതുപോലൊരു സംഭവം സമാനമായ സംഭവം നമ്മുടെ കാവനാട് ബ്രിഡ്ജിനപ്പുറത്ത് ഒരു ഐലൻഡ് ഉണ്ട്, മുക്കാട് എന്നാണ് ഐലൻഡിൻ്റെ പേര്. മുക്കാട് ദൂരത്ത് സെൻറ്റ് ജോസഫ്, സെൻറ്റ് തോമസ്, അങ്ങനെ ഐലൻഡിന് സൈഡിൽ കിടന്ന 2 ബോട്ട് സമാനമായ രീതിയിൽ കത്തിയിട്ടുണ്ട്. അത് ഭയങ്കര, അതും ഇതാണ് ഫിഷിംഗ് ബോട്ടായിരുന്നു കത്തിയത്. എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു തീ? ഒന്നാമത് ഈ നമ്മുടെ ബോട്ടുകളിൽ സാധാരണ ഫയർ എക്സ്റ്റിങ്വിഷറും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് ശരിയായ രീതിയിലുള്ള പ്രവർത്തനം ആർക്കും അതിനുള്ള കോച്ചിങ് കൊടുക്കണം. കാര്യം മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിൽ സുരക്ഷയുള്ള സാധനങ്ങൾ പോയാൽ അത് തന്നെ ഫയർ എക്സ്റ്റിങ്വിഷർ, ഫയർ ഫൈറ്റർ, അല്ലെങ്കിൽ മറ്റേ മോട്ടോർ സംവിധാനങ്ങൾ, ഇതുപോലത്തെ മോട്ടോർ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇതവർ ഉപയോഗിക്കാനുള്ള, ഇവർക്ക് അതിനുള്ള സാങ്കേതിക വശങ്ങളെക്കുറിച്ച് അറിയില്ലായിരിക്കും. പിന്നെ മേ ബി ഇത് ഗ്യാസ് പൊട്ടിച്ചെറിച്ചാവാം, അല്ലെങ്കിൽ വല്ല മെഴുകുതിരിയോ ചന്ദനത്തിരിയോ കത്തിച്ചാവാം, അങ്ങനെ ഫയർ വരാം. അങ്ങനെ ആയിരിക്കും. ചൂടാകുമ്പോഴത്തേക്ക് ഹീറ്റാകുമ്പോൾ കത്തും. ആളുകൾ ആരും ഇല്ലാത്തത് എല്ലാം ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്നലെ എല്ലാവരും അവരുടെ ഭവനങ്ങളിൽ പോയിരുന്നത്. അവർ എല്ലാ മാസവും ബോട്ട് കഴിഞ്ഞാൽ ഒരു ടേൺ കഴിഞ്ഞാൽ വീടുകളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അടുത്ത ടേണിലേക്കുള്ള ഡീസലും മറ്റു സാധനങ്ങൾ സംരംഭിച്ചാൽ പോകും. തീർച്ചയായും ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ഈ ബോട്ടിനുള്ളിൽ സാധനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് അവർക്ക് വേണ്ട ആവശ്യത്തിന് ഉപയോഗിക്കുവാനുള്ള സാധനങ്ങളും അതോടൊപ്പം തന്നെ ഡീസലും അടക്കം ഈ ബോട്ടിനുള്ളിലൊക്കെ ഇവർ സംഭരിച്ച് വെക്കും. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാകുന്നത്. നമുക്ക് ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് തീ അണയുന്നില്ല എന്നുള്ളതാണ്. കായലിന് നടുവിലുള്ള ബോട്ടിൽ അങ്ങനെ തീ പടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു ഭാഗത്ത് നിന്ന് നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുമ്പോഴും, അതായത് മറ്റേ ഭാഗത്ത് നിന്ന്, അതായത് ഈ ഒരു കരയിൽ നിന്നുമാണ് പമ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. സിലിണ്ടർ കണ്ട ഇത് കണക്ക് 20 സിലിണ്ടർ അടുപ്പിച്ചുണ്ട്. അതാണ് ഇത്തരത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഈ ബോട്ടുകളിലുണ്ട്. അത് തന്നെയാണ് വലിയ ആശങ്ക പടർത്തിയത്. കാരണം ഇങ്ങനെയുള്ള സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ അടുത്ത ബോട്ടിലേക്ക് കൂടെ പടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ബോട്ടിൽ നിന്നും ഈ സിലിണ്ടറുകൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ സിലിണ്ടർ പുറത്തേക്ക് എത്തിക്കുകയാണ്. അത്തരത്തിൽ തന്നെ നിരവധിയായുള്ള ഗ്യാസ് സിലിണ്ടറുകൾ ഫുൾ ഗ്യാസോടുകൂടി തന്നെ ഈ ബോട്ടുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് പൊട്ടിത്തെറിച്ചു എന്നുള്ളത് തന്നെയാണ്. 20-ലധികം ഗ്യാസ് സിലിണ്ടറുകളാണ് പല ബോട്ടുകളിലായി ഉണ്ടായിരുന്നത്. ഇതിൽ ഭൂരിഭാഗവും
പൊട്ടിത്തെറിച്ചിരിക്കുന്നു. ഇതും നമുക്ക് കാണാൻ സാധിക്കും. തീ പടർന്നുകൊണ്ട് അത്തരത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തി കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കായലിന് ഒരു ഭാഗത്ത് നിന്ന് ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, പക്ഷേ ഒരു ഭാഗത്ത് നിന്നും വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് മറുഭാഗത്തുള്ള ബോട്ടിലെ തീ അണയ്ക്കുവാനുള്ള ഒരു ശ്രമം തന്നെയാണ്. അത് ഉയരത്തിലൂടെ തന്നെ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് ആ ബോട്ടിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമം ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കെട്ടിയിട്ടിരിക്കുന്ന ബോട്ടുകൾ, അതായത് ഇവിടെ വരിവരിയായി ബോട്ടുകൾ അങ്ങനെ കെട്ടിയിട്ടിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൊഴിലാളികൾക്ക് വീട്ടിലേക്ക് പോകുവാൻ എളുപ്പമുള്ള ഒരു ഭാഗമാണ്. ഇവിടെ വന്ന് നേരെ ബൈപ്പാസിൽ കയറി അവിടെ നിന്നുമാണ് അവർ വീട്ടിലേക്കൊക്കെ പോകുന്നത്. അത്തരത്തിൽ പോയ ശേഷം വീണ്ടും ഇവിടെ എത്തി മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അതെല്ലാം സ്റ്റോർ ചെയ്ത് വച്ച ശേഷമാണ് അവർ പോകുന്നത്. എന്തായാലും അങ്ങനെ ആരുമില്ലായിരുന്നു എന്ന് തന്നെയാണ് ഓരോരുത്തരും പറയുന്നത്. ബോട്ടുകളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതായിരിക്കില്ല സാഹചര്യം എന്നുള്ളത്. കാരണം ഇത്രയധികം ബോട്ടുകൾ ഇങ്ങനെ വലിയ തീപിടുത്തം ഉണ്ടാകുമ്പോൾ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വലിയൊരു ദുരന്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നേനെ. എന്തായാലും ബോട്ടുകളിൽ തൊഴിലാളികൾ ഇല്ലാതിരുന്നത് ഇവരൊക്കെ തന്നെ വലിയൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമായി തന്നെയാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. എന്തായാലും ബോട്ടുകൾ നശിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഉള്ളിലൊക്കെ തന്നെ മുഴുവൻ ഒരു ബോട്ടിൻ്റെ മുഴുവൻ ഭാഗവും കത്തി നശിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങോട്ടൊക്കെ തന്നെ പല ബോട്ടുകൾ കത്തി നശിച്ച് വെള്ളത്തിലേക്ക് താഴ്ന്നിരിക്കുന്നു എന്നുള്ളതും. എന്തായാലും ഇനി ഒരു ബോട്ടിൽ കൂടെ തീ പടരുന്നുണ്ട്, അത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ തന്നെ കത്തി നിൽക്കുകയാണ്. അത് കുറച്ചുകൂടെ ഉള്ളിലോട്ടായതിനാലാണ് അവിടേക്ക് ഫയർഫോഴ്സ് അംഗങ്ങൾക്ക് എത്താൻ സാധിക്കാത്തത്. പക്ഷേ അടുത്തുള്ള ബോട്ടിൽ നിന്നും ആ തീയണയ്ക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. എന്തായാലും അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്ന വഴി അത് വലിയ തരത്തിലൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പങ്കുവയ്ക്കുന്നത്. കാരണം ഫയർഫോഴ്സിന് എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ ഫയർഫോഴ്സിന് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ആളുകളൊക്കെ, അതായത് നാട്ടുകാരൊക്കെ തന്നെ ഫയർഫോഴ്സ് അംഗങ്ങൾക്ക് സഹായകരമായി ഇവിടെയുണ്ട്. എല്ലാവരും അങ്ങനെ പുലർച്ചെ മുതൽ ഓടിയെത്തി ഇവിടെ ഈ ഒരു അപകടം നടക്കുമ്പോൾ അതിനെ എത്രയും വേഗം തീ അണക്കുവാനുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോഴും മുഴുവനായും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഓരോ ബോട്ടുകളിലായി തീ അണച്ചുകൊണ്ട് അവർ അടുത്ത ബോട്ടിലേക്ക് കടക്കുകയാണ്. എന്തായാലും അതിനുള്ളിൽ നിന്നും എടുത്തുകൊണ്ടുവരുന്ന, അതായത് ആശങ്കയോടുകൂടി മാത്രമേ ബോട്ടിനെ അടുത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം ഗ്യാസ് സിലിണ്ടറുകളുണ്ട്, അത് പൊട്ടിത്തെറിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാക്കിയുള്ള ബോട്ടുകളിലെ ഗ്യാസ് സിലിണ്ടറുകളെല്ലാം തന്നെ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. അങ്ങനെയാണ് വലിയൊരു തീപിടുത്തം ഈ ഭാഗത്തേക്ക് ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോഴും അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കായലിനുള്ളിൽ അങ്ങനെ പുക ഉയരുകയാണ്, ആ തീ പടരുകയാണ്. എന്തായാലും ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അപകടത്തിന് സാക്ഷ്യം വഹിച്ചവരാണ് ഇതിന് സമീപത്തുള്ളവരൊക്കെ തന്നെയും. കാരണം 2 ബോട്ടുകളാണ് അന്ന് കായൽ ഒഴുകി നടന്ന് കത്തിയത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും വലിയൊരു അപകടം കൂടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ തീ നിയന്ത്രണ വിധേയമാക്കുവാനുള്ള നടപടിക്രമങ്ങൾക്ക് ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളടക്കം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സാമ്പ്രാണിക്കൊടിയുടെ, അതായത് ടൂറിസം മേഖലയായിട്ടുള്ള സാമ്പ്രാണിക്കൊടിയുടെ സമീപ പ്രദേശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിലൊരു അപകടത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ഒരു സ്ഥലം. ഇങ്ങനെ ഒരു ബോട്ടുകൾക്ക് തീപിടിക്കുന്ന സാഹചര്യമുണ്ടാകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പുണ്ടാകുന്നു. വീണ്ടും 10ഓളം ബോട്ടുകൾ ഇങ്ങനെ കത്തി നശിക്കുന്നു. അത് ആ ദൃശ്യങ്ങളിൽ, അതായത് പുലർച്ചെയുള്ള ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്രയധികം ആശങ്കാജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം, വലിയ ഭീകരമായിട്ടുള്ള ഒരു അഗ്നിബാധ ഇവിടെ ഉണ്ടാകുന്നു. അതിൻ്റെ തീ നിയന്ത്രണ വിധേയമാക്കുവാനുള്ള ശ്രമം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ്ടും പല ബോട്ടുകളിലായി തീ പടരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഇവർ ഉപയോഗിക്കുന്നത് നെയ്ലോൺ വലയാണ്. ആ വലയിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ അത് അണയ്ക്കുവാനുള്ള വലിയ ബുദ്ധിമുട്ടുണ്ട്. അത്തരത്തിൽ നെയ്ലോൺ വലകളും ഗ്യാസ് സിലിണ്ടറുകളും ഡീസലുകളും ഒക്കെ ഈ ബോട്ടുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് തീ വളരെ പെട്ടെന്ന് പടരുവാനുള്ള സാഹചര്യവും നമുക്ക് മനസ്സിലാക്കാം. അത് തന്നെയാണ് ഇപ്പോഴും അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കായലിന് നടുവിൽ നിൽക്കുന്ന ബോട്ട് അത് ഇപ്പോഴും അങ്ങനെ കത്തി നശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പല ബോട്ടുകളും നശിച്ച് ഇപ്പോൾ ഈ വെള്ളത്തിന് മുകളിൽ കിടക്കുന്നത് കാണാം.
എന്തായാലും മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളാണ് ഇങ്ങനെ കത്തി നശിച്ചിരിക്കുന്നത്. 10ഓളം ബോട്ടുകൾ ഇവിടെ കൂട്ടിയിട്ടിരുന്ന, ഇവിടെ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകൾ അങ്ങനെ കത്തി നശിച്ചിരിക്കുന്നു. ഇവിടെ പമ്പ് ചെയ്തുകൊണ്ട്, അതായത് ഇവിടേക്ക് ഫയർഫോഴ്സിന് എത്തുവാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ, കായലിൽ നിന്ന് തന്നെ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടാണ് ഈ ബോട്ടുകളിൽ തീ അണയ്ക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ആ കായലിനുള്ളിൽ ആ വെള്ളത്തിൽ ഇറങ്ങിയിരുന്നു തന്നെ ആ പമ്പ് ചെയ്തുകൊണ്ട് അവിടെ നിന്നും ഈ വെള്ളം തിരിച്ച് ബോട്ടിലെ തീ അണയ്ക്കുവാൻ വേണ്ടി ഇവിടേക്ക് പമ്പ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. കാരണം അത്രയധികം പരിമിതികൾ ഇവിടെയുണ്ട്. അങ്ങനെയാണ് ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ട് തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ ഒരു ദൗത്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. എന്തായാലും തീ ഇങ്ങനെ മുന്നിൽ കത്തിക്കൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ അവർക്ക് എത്രയും വേഗം അത് നിയന്ത്രണ വിധേയമാക്കണമെന്നുള്ളത് മാത്രമേ മനസ്സിലുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ ഓരോരുത്തരും അങ്ങനെ ഒരു കാര്യവും നോക്കാതെ തന്നെ അവർ ഈ തീ പടരുന്നതിൽ ഈ ഭാഗത്തേക്ക് എത്തി ഇത് അടക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പുലർച്ചെ മുതൽ അതിനുശേഷമാണ് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടു എന്നുള്ളതാണ്. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഈ തീ കായലിനുള്ളിലെ ബോട്ടുകളിൽ കത്തി നിൽക്കുന്ന തീ അങ്ങനെ തന്നെ ആളിപ്പടരുകയാണ്. എന്തായാലും അതുകൂടെ, അതായത് ഇനി രണ്ട് ബോട്ടുകളിലെ തീ കൂടെ മാത്രമേ നിയന്ത്രണ വിധേയമാക്കുവാനുള്ളൂ എന്നാണ് നമ്മൾ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. അതുകൂടെ നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞാൽ മറ്റു തരത്തിലുള്ള ആശങ്കകൾ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ബോട്ടുകൾക്കുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ കത്തി നശിച്ചിരിക്കുന്നു, അതായത് ഭൂരിഭാഗവും കത്തി നശിച്ച് ഈ കായലിന് മുകളിൽ കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടേക്ക് എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരടക്കം ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം ഇവിടെ നിന്ന് നേതൃത്വം നൽകുന്നുണ്ട്. അവരൊക്കെ തന്നെ ഈ ബോട്ടിനുള്ളിലേക്ക് കടന്ന് ഇത്തരത്തിൽ ഒരു നിയന്ത്രണ വിധേയമാക്കുവാനുള്ള ശ്രമങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇത്രയധികം ദൂരത്ത് നിന്നാണ് അവർ പമ്പ് ചെയ്യുന്നത്. അതായത് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നമുക്ക് അംഗങ്ങൾ അവരൊക്കെ തന്നെ കായലിന് ഒരു ഭാഗത്തുള്ള അവർക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് അത്രയും ദൂരത്തേക്ക് പമ്പ് ചെയ്ത് ആ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവിടേക്ക് എത്തുവാനുള്ള ആ വെള്ളം, അതിൻ്റെ ഫോഴ്സ് അങ്ങോട്ടേക്ക് എത്തുവാനുള്ള ഒരു പരിമിതിയും കൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ചെറുവള്ളങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ചെറുവള്ളങ്ങളൊക്കെ തന്നെ കെട്ടഴിച്ചു വിട്ടുകൊണ്ട് മറ്റിടങ്ങളിലേക്ക് മാറ്റി എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ബോട്ടുകളിലേക്ക്, അതായത് ഇവിടെ ഉണ്ടായിരുന്ന നിരവധി ബോട്ടുകളുണ്ട്, അവയിലേക്ക് കൂടെ തീ പടരുമെന്നുള്ള സാഹചര്യമായിരുന്നു. പക്ഷേ അതിലേക്ക് പടരാതെ ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളൊക്കെ തന്നെ പിന്നീട് ആ ബോട്ടുകളൊക്കെ മാറ്റിക്കെട്ടുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇടത്തരം ബോട്ടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് തീരെ ചെറുതുമല്ല എന്നുള്ള ബോട്ടുകൾ തന്നെയാണ് ഇതൊക്കെ. ഇതിലേക്കൊക്കെ തീ പടർന്നാണ് ഇത്തരത്തിൽ, അതായത് ഇപ്പോൾ നമുക്ക് കായലിനുള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബോട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അതായത് ഈ ഭാഗത്തേക്ക് ബോട്ട് വരുന്നുണ്ട്. അത്തരത്തിലുള്ള ബോട്ടുകളാണ് ഇങ്ങനെ കത്തി നശിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടേക്ക് എത്തി ഈ രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. ഈ പ്രദേശത്തേക്ക് വലിയ വാഹനങ്ങൾ, അതായത് ചെറിയ കാറുകൾ പോലും സഞ്ചരിക്കാൻ യോഗ്യമല്ലാത്ത വഴികളാണ് ഇവിടെയുള്ളത്. നേരത്തെ പറഞ്ഞു, ഒരു ഭാഗം കോർപ്പറേഷൻ്റെയും ഒരു ഭാഗം പഞ്ചായത്തിൻ്റെയുമാണ്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു സൗകര്യം, തങ്ങൾക്ക് ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ എത്തുവാനുള്ള ഒരു സൗകര്യമെങ്കിലും ഉണ്ടാകണമെന്നുള്ള കാര്യം, അത് നേരത്തെയും ഇവർ നേരിട്ട ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. കഴിഞ്ഞ തവണ അപ്പുറത്തെ ഭാഗത്ത്, അതായത് ഈ കാവനാട് ഭാഗത്ത്, ഐലൻഡിൻ്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായപ്പോൾ പോലും ഫയർഫോഴ്സ് അംഗങ്ങൾക്ക് എത്താൻ സാധിച്ചില്ല. അവരൊക്കെ എത്തുമ്പോൾ തന്നെ ഈ ബോട്ട് പൂർണ്ണമായി കത്തിയിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അത് കായലിലേക്ക് ഒഴുകി നടന്ന് കത്തുന്ന സാഹചര്യമുണ്ടായി. ഫയർഫോഴ്സ് അംഗങ്ങൾക്ക് തീ അണയ്ക്കുവാനുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ അവർ നേരിട്ടതാണ്. സമാന സാഹചര്യം തന്നെയാണ് ഇവിടെയും തുടരുന്നത്. ഇതിപ്പോൾ ഈ ബോട്ടിൽ എന്താണ് കേട്ടോ ഇത്? പെട്രോള് പക്ഷേ അത് ചൂടായതുള്ളൂ, കത്തിയിട്ടില്ല. ഇതേ എഞ്ചിൻ, ഔട്ട്ബോർഡ് എഞ്ചിനില്ലേ, അതിൻ്റെ പെട്രോളാ. തീർച്ചയായും ബോട്ടിനുള്ളിൽ ഇത്തരത്തിൽ പെട്രോൾ, ഡീസൽ, അതോടൊപ്പം തന്നെ നെയ്ലോൺ വലകൾ, ഇതൊക്കെ തന്നെയാണ് ഈ തീ ഇങ്ങനെ കത്തി നിൽക്കുവാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇങ്ങോട്ടേക്ക് എത്തി അവരൊക്കെ തന്നെ ഈ തീ നിയന്ത്രണ വിധേയമാക്കുവാനുള്ളതിന് നേതൃത്വം നൽകുകയാണ്. എന്തായാലും ഈ ഫയർഫോഴ്സ് അംഗങ്ങൾ അങ്ങനെ ഈ കാര്യങ്ങൾ, അതായത് നിയന്ത്രണ വിധേയമാക്കുവാനുള്ള ശ്രമങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സാറ് ഇവിടെ രാവിലത്തെ പുലർച്ചെ ഉണ്ടായിരുന്ന സാഹചര്യം അത് വളരെ ഭീകരമായിരുന്നു. പുലർച്ചെ 2 മണി 2:30 മണി സമയത്ത് ഭീകരാവസ്ഥയായിരുന്നു. എല്ലാവരുടെയും ശ്രമകരമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് അത് വൻ ദുരന്തം ഒഴിവായിട്ടുണ്ട്. ആളുകൾ ആരും ഇല്ലായിരുന്നു, ബോട്ടിൽ ആളുകൾ ആരും ഇല്ലായിരുന്നു. ശനിയാഴ്ച രാത്രിയിൽ തൊഴിലാളികളൊക്കെ നാട്ടിൽ പോകും, പിന്നെ ഞായറാഴ്ച രാത്രിയിലേ വരത്തുള്ളൂ. അതുകൊണ്ട് തൊഴിലാളികളൊക്കെ ആരും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ 2 മണിയോടുകൂടി അടുത്ത വീട്ടിലെ സ്ത്രീയാണ്
ഈ തീ കത്തുന്ന കണ്ട് പോലീസിനെ വിവരം അറിയിച്ചത്. അപ്പോൾ തന്നെ പോലീസ് വന്നു. പിന്നെ ഈ പ്രദേശവാസിയായ ഒരു റോബർട്ട്, അദ്ദേഹമാണ് ബോട്ട് അഴിച്ചു മാറ്റാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. അയാളാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചത്, റോബർട്ട് എന്ന് പറയുന്നത്. ചെറുവള്ളം ബോട്ടുകളൊക്കെ ഇവിടെ നിന്ന് മാറ്റിയായിരുന്നു. ആ ചെറുവള്ളങ്ങളും വലിയ ബോട്ടുകളും വലിയ വള്ളങ്ങളും ഇവിടുന്ന് മാറ്റി. അതുകൊണ്ട് ഒരു സൈഡിലുള്ള ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലത്തുള്ള വള്ളങ്ങളൊക്കെ മാറ്റിയിട്ടതാണ്. ഇല്ലെങ്കിൽ അതിനും തീ പിടിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പ്രാഥമികമായിട്ട് നമുക്ക് എന്താണ് മനസ്സിലാക്കുക, എങ്ങനെയായിരിക്കും പറയാൻ സാധ്യതയില്ല. എല്ലാ വണ്ടിയിലും ഗ്യാസ് ഉണ്ട്, ഫ്യൂവലും ഉണ്ട്. ഫ്യൂവൽ നിറച്ച് വെച്ചിരുന്നത്. അപ്പോൾ ഏതെങ്കിലും ചെറിയ സ്പാർക്ക് ഉണ്ടായാൽ മതി ഉണ്ടാകാൻ. അപ്പോൾ അത് നമുക്ക് അന്വേഷിച്ചെങ്കിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. സമാനമായിട്ടുള്ള ഒരു സംഭവം നേരത്തെ ഉണ്ടായി. നേരത്തെ ഒരു മാസത്തിന് മുമ്പ് ഒരു മാസത്തിന് മുമ്പ് 2 ബോട്ട് കത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ അതിനകത്ത് തൊഴിലാളികൾ പാചകം ചെയ്ത സമയത്ത് തീ പടർന്നതാണ്. അത് പകൽ സമയത്താണ് സംഭവിച്ചത്. നിലവിലിപ്പോൾ ഇനി 1-2 ബോട്ടുകളുടെ തീ മാത്രം 2 ബോട്ട് കത്തിത്തീരാനുണ്ട്. ഒന്ന് സാമ്പ്രാണിക്കുടി ഭാഗത്താണ്. അത് അപകടകരമായ എല്ലാ സാഹചര്യവും ഒഴിവായിട്ടുണ്ട്. കുഴപ്പമില്ലാതെ അവിടെ തന്നെ കത്തിത്തീരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നാട്ടുകാരും പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും എല്ലാം ആക്റ്റീവായിട്ട് നിന്നതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. തീർച്ചയായും അതുതന്നെയാണ്. എന്തായാലും ഈ ഒരു തീപിടുത്തമുണ്ടായതിൽ ആർക്കും പരിക്കുകളില്ല, അല്ലെങ്കിൽ തൊഴിലാളികൾ ആരും തന്നെ ഇതിലില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. എന്തായാലും ഇനിയും ഈ സാമ്പ്രാണിക്കൊടി ഭാഗത്തേക്കുള്ള ബോട്ടുകൾ, അതിൽ 1-2 ബോട്ടുകൾ അങ്ങനെ കത്തുന്നത് തുടരുകയാണ്. അതിലെ തീ നിയന്ത്രണ വിധേയമാക്കുവാനുള്ള ഒരു ശ്രമം അത് മറുഭാഗത്തുള്ള ബോട്ടിൽ നിന്നുകൊണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ടെങ്കിലും ആ ബോട്ട് പൂർണ്ണമായും കത്തി നശിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്തരത്തിലൊരു തീയാണ് ഇപ്പോഴും ആ ബോട്ടിൽ പടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അപകടകരമായിട്ടുള്ള സാധനങ്ങൾ, അതായത് ഗ്യാസ് സിലിണ്ടറുകൾ, അതോടൊപ്പം തന്നെ പെട്രോൾ, അതായത് എഞ്ചിൻ്റെ ഭാഗത്ത് പെട്രോൾ നിറക്കുന്ന സാമഗ്രികൾ, ഡീസലുകളൊക്കെ ഇങ്ങോട്ടേക്ക് കരയിലേക്ക് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഫയർഫോഴ്സ് അംഗങ്ങൾ ഈ ബോട്ടുകളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അവർക്ക് ഇവിടെ കായലിനുള്ളിലേക്ക് ഇറങ്ങുന്നതിനുള്ള ബുദ്ധിമുട്ട് നിലനിൽക്കുന്നതിനാൽ അവരിങ്ങനെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് മറുഭാഗത്തേക്ക് വലിയ ഫോഴ്സിൽ അങ്ങനെ പമ്പ് ചെയ്താണ് ഈ തീ അണയ്ക്കുവാൻ നോക്കുന്നത്. ഒരുപക്ഷെ വാഹനങ്ങൾക്ക്, ഈ ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് മുഴുവനായും ഇങ്ങോട്ടേക്ക് എത്താൻ സാധിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ, മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരടക്കം പറയുന്നത്. കാരണം ഈ വാഹനങ്ങൾക്ക് ഇങ്ങോട്ട് എത്തുവാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് ഇവിടേക്ക് മറ്റ് സാമഗ്രികളുമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഓടിയെത്തേണ്ടി വരുന്നതും ഇവിടെ നിന്ന് തന്നെ പമ്പ് ചെയ്ത് അത് കണക്ട് ചെയ്ത് ഈ ബോട്ടുകളിലെ തീ നിയന്ത്രണ വിധേയമാക്കുവാനുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നതും. എന്തായാലും ഇനി എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് അത്യാവശ്യമായി എത്തേണ്ട ഫയർഫോഴ്സ് കുരീപ്പുഴയിൽ കായലിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകൾക്കാണ് തീ പിടിച്ചത്. 11 ബോട്ടുകൾ കത്തി നശിച്ചു. നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി ഇപ്പോഴും തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. പുലർച്ചെ 2 മണിയോട് കൂടിയായിരുന്നു അപകടം. ജീവഹാനിയില്ല എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസകരമായ വാർത്ത.